ഷോയ്ക്കകത്ത് കയറുവാണെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്റെ പച്ചയായ ഭാഷ സംസാരിച്ചോട്ടെ പല അടിച്ച് കീറി അവനോട് അന്തസ്സായിട്ട് പറയണം, നീ അന്തസ്സായിട്ട് ഗെയിം കളിക്കും, വല്ല പെൺപിള്ളേരെ പാവാടത്തൊക്കെ പിടിച്ചോണ്ട് കിടക്കാറ്. ഇങ്ങനൊരു സാധനം വരുമ്പോൾ ഒന്ന് പ്രൂഫൊക്കെ പുറത്തേക്കിടുന്നതാവും നന്നാവുക. കാരണം പല സ്ഥലത്തും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമസ്കാരം. കുറച്ചു മുന്നേ വിവിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ എന്നുള്ളത് അറിയില്ല. അതായത് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇന്നലെ വിവിയുടെ ഒരു വീഡിയോയിൽ ഈ ജാസ്മിൻ ജാഫറിൻ്റെ ഫാദറും സായിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായി, ഒരു 45 മിനിറ്റ്സ് കോൺവെർസേഷൻ ഉണ്ടായി എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോസ് വന്നല്ലോ. വന്നു കഴിഞ്ഞതിന് ശേഷം സ്നേഹയുടെ സീക്രട്ട് ഏജൻ്റെ വൈഫിൻ്റെ ഒരു വീഡിയോ വന്നു. ആ വീഡിയോ വന്ന സമയത്ത് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്, ജാസ്മിൻ ഏജൻ്റാണ് സായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ഏതൊക്കെ യൂട്യൂബേഴ്സ് എന്നുള്ള കാര്യം, കാരണം ഇവരൊക്കെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, ക്ലോസ് ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ ആ സമയത്ത് ഇവർ വീഡിയോയിൽ പറയുന്നുണ്ട്, പിന്നെ ഇങ്ങനെ വെറുതെ വന്നിരുന്ന് പറഞ്ഞാൽ മതിയോ, ഈ പറയാനുള്ളത് ആർക്കും പറയാമല്ലോ, പിന്നെ പ്രൂഫ് പുറത്ത് വിട്ടൂടെ എന്നുള്ളൊരു കോൺവെർസേഷൻ അവിടെ സായിയുടെ വൈഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഓക്കെ, അതിന് ഇന്ന് വിവി ആ ഉണ്ടായ സംസാരത്തിൻ്റെ ഒരു മിനിറ്റ് മാത്രം, അതിൽ കുറച്ച് പോർഷൻ മാത്രം പുറത്ത് വിടുന്നു. ആ വോയിസ് ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആ വോയിസ് ക്ലിപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇയാൾ പറയുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഗബ്രീനോട് പറയാം. ഗബ്രീനെ ആ തെറി വിളിച്ച തക്കാളി വന്ന് വിളിച്ചിട്ടുള്ളത് ഇത് ഗബ്രീനാണ്, തക്കാളി എന്നല്ല ശരിക്ക്. അപ്പോൾ ഗബ്രീനോട് പറയാനും പ്ലസ് എൻ്റെ മകൾക്കും നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പുള്ളി സായിനോട് പറയുന്നുണ്ട്. ഓക്കെ, ആ വോയിസ് ക്ലിപ്പ് കേൾക്കാം. കേട്ടതിന് ശേഷം എന്ത് റീസൺ, അപ്പോൾ നിങ്ങൾ സായിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, സീക്രട്ട് ഏജൻ്റെ ചാനലിൽ വന്നിട്ടുള്ള വീഡിയോ കണ്ടാവും. അതിൽ അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിവി ഈ രീതിയിൽ വോയിസ് പുറത്തു വിടാനുള്ള റീസൺ എന്നുള്ളത്. പിന്നെ നമ്മുടെ അഭിപ്രായം. ഓക്കെ, എനിക്കതിൽ 1-2 കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. കാരണം വെച്ചാൽ ഇതിന് മുന്നേയും സായി അതിനുള്ളിൽ നിന്ന് ഗെയിം കളിച്ച സമയത്ത് പുറത്തുനിന്ന് ഈ സായിയുടെ വൈഫും പിന്നെ മറ്റാളും വന്നിരുന്നിട്ടൊരു വീഡിയോ ചെയ്തു. ഇനി ഇത് എന്താ പറയുക, ഇനി കാശിക്ക് പോവോ, സായിയുടെ ചാനലിൻ്റെ പേര് മാറ്റുമോ, ഇതൊക്കെ ഓൾറെഡി എയറിൽ പോകാനുള്ള സംവിധാനം മുഴുവനും സായി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി പുറത്തുനിന്നും കൂടി അതിൽ മസാല ആഡ് ചെയ്ത് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഓക്കെ, ഞാൻ അതാണ് ഇന്നലെ ആ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഏതായാലും വിവിയുടെ വീഡിയോ വോയിസിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വിവിയുടെ വോയിസും കൂടി വന്ന സ്ഥിതിക്ക് ഞാൻ ആ വോയിസ് ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. ഈ ഷോയ്ക്കകത്ത് കയറുവാണെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്റെ പച്ചയായ ഭാഷ സംസാരിച്ചോട്ടെ പല അടിച്ച് കീറി അവനോട് അന്തസ്സായിട്ട് പറയണം, നീ അന്തസ്സായിട്ട് ഗെയിം കളിക്കും, വല്ല പെൺപിള്ളേരെ പാവാടത്തൊക്കെ പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ. ആ നായിന്റെ മോനോട് അങ്ങനെ ഒന്ന് പറയാമോ? എന്റെ മോളെ പറയണം, നല്ല അന്തസ്സായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഗെയിം കളിച്ച് ജയിക്കാൻ പറ, പ്രേമിച്ച് ജയിക്കാതെ ഗെയിം കളിച്ച്. അല്ല, ഞാനിതിനകത്ത് കണ്ടസ്റ്റന്റ് ആയി കയറുമ്പോ ഞാനെന്താണെങ്കിലും ഇതിന്റെ ഒരു ഗെയിം ഉണ്ടാവില്ല ഇപ്പൊ. അതന്നെ ആ കാര്യം ഞാൻ അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും, അത് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും മോന് ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല, പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോമ്പോയിൽ നിന്ന് ഒന്ന് ഞാൻ കാല് പിടിച്ച് പറയാ, ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് പറയാ, അവന്റെ ആ കോമ്പോയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മാറ്റിത്തരാമെങ്കിൽ ഒരു പറ്റുമെങ്കിൽ. അപ്പോൾ അവിടെ സായി പറയുന്നുണ്ട് ഓക്കെ, അതായത് എങ്ങനെയെങ്കിലും ആ കോംബോ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ്. ഈ സായി ജാസ്മിൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു സായി. അത് കഴിഞ്ഞ ശേഷം ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ പോയി കാണിച്ചിട്ടുള്ള പേക്കൂത്തുകൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് സീക്രട്ട് ഏജൻറ്റ്, സായി എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ്റ്. അതിന് വണ്ടിക്കകത്തിരുന്ന് വിമർശിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ്റെ ഫാദർ ഒരുപാട് അന്ന് ആ മഴവിൽ കേരളത്തിനൊക്കെ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ തോന്നുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ വളരെ മോശമാക്കി പറഞ്ഞതാണ് സായിനെ. എന്നിട്ട് അവസാനം മകളുടെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചിന്തിക്കാം, മകൾ അതിനുള്ളിൽ കിടന്ന് പലതും കാണിക്കുമ്പോൾ ഒരു രക്ഷിതാവ് എന്നുള്ള കണ്ടീഷനിൽ പറഞ്ഞതാണ്. പക്ഷേ ഈ സായിക്ക് ഈ ആവശ്യമില്ലാത്ത വള്ളി പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമുക്കൊരാളെ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ ഈ ഇതുപോലുള്ള വള്ളി കേസുകൾ പിടിക്കുമ്പോൾ അവനവൻ്റെ പ്രതിച്ഛായ എന്താവും എന്നുള്ളത് ചിന്തിച്ചൂടെ? അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പറയാം, അത് എനിക്ക് പറ്റില്ല, അത് ഗെയിം ഷോ ആണ്, അത് റൂളിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്നൊരു വർത്തമാനം അവിടെ സായിക്ക് പറയാമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ഇനിയിപ്പോൾ ജാസ്മിൻ്റെ ആയിട്ടുള്ള പഴയ ഫ്രണ്ട്ഷിപ്പ്, കാരണം അതിനുള്ളപ്പോൾ കിട്ടും ചെയ്തു. കാരണം ജാസ്മിൻ ഇന്നും നോമിനേറ്റ് ചെയ്തു, അന്നും നോമിനേറ്റ് ചെയ്തു, അന്നും പറഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിൽ ജാസ്മിൻ നല്ല തേപ്പും തേക്കുന്നുണ്ട്. എന്തായാലും
ഇതിനൊക്കെ പിന്നെ ഇതൊക്കെ ഇന്നിപ്പോൾ ഈ വോയിസ് പുറത്തു വിടാണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവരുടെ സ്നേഹയുടെ വീഡിയോ ആണ്. സായിയുടെ വൈഫിൻ്റെ വീഡിയോ ഐ ഫീൽ വിച്ച് വാസ് ലൈക്ക് അൺനെസസറി ആയിരുന്നു. വെരി വെരി സോറി ടു സേ. ഒരാവശ്യമില്ലാതെ ഞാൻ അതാ പറഞ്ഞു, ഈ ചങ്ങാതി ഉള്ളിൽ തന്നെ ബഹിരാകാശത്ത് എയറിൽ പോകാനുള്ള ബഹിരാകാശത്ത് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ സായി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് അതിനെ ബഹിരാകാശത്ത് തന്നെ സ്ഥിരമായിട്ട് സ്ഥാപിക്കാനുള്ളൊരു പരിപാടി സായിയുടെ വൈഫ് എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളിതേ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം സായി നമുക്ക് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് വി ഫെൽറ്റ് സോറി ഫോർ സായി. കാരണം വെച്ചാൽ അയാളുടെ കുടുംബം സായി പ്ലസ് അമ്മ ആയിക്കോട്ടെ സമാധാനം എന്ന് പറഞ്ഞ സമയത്ത് വി ഫെൽറ്റ് സോറി ഫോർ ദിസ് ഗൈ. പക്ഷെ സംഭവിച്ചാൽ എന്താ, ഈ പുറത്തുനിന്ന് ഇവർ സ്നേഹയും അയാളുടെ സായിയുടെ ഫ്രണ്ടും കൂടി ഇരുന്ന് വീഡിയോസ് ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ട് വീണ്ടും ഇവരോട് ദേഷ്യം വരെ ഉണ്ടായത്. അതിൻ്റെ ഇടയിൽ കമൻറ്റ് ബോക്സൊക്കെ നോക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല തെറിയാണ് അവർക്ക് കിട്ടിയിരുന്നത്. ഇന്നിപ്പോൾ അവർ ചെയ്ത വീഡിയോ കേട്ടോ. കേരളത്തിൽ സംഭവിക്കുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇവിടെ ഫുള്ള് മറ്റേ മുല്ലപ്പൂ മയമാണ്. സായിക്കാണെങ്കിലും സായിന് ഫുള്ള് മുല്ലപ്പൂ മണത്തോണ്ടിരിക്കുകയെന്നാണ് ഒരു കരക്കമ്പി. അത് എന്താന്നുള്ളത് നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനലിലും എല്ലാ സാധനവും എല്ലാ ഏരിയയിലൊക്കെ വെച്ച് പപ്പി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഉത്തരം എന്ന രീതിയിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല്, നമ്മുടെ സായി ജാഫർക്കന്റെ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാണ് ജാസ്മിനോട് എല്ലാ കാര്യവും പറഞ്ഞത്. ജാസ്മിൻ ഒന്ന് നന്നാക്കാൻ വേണ്ടി പോയതാണ് സായി. അങ്ങനെ സായി ജാസ്മിൻ ഏജന്റാണ്, മുല്ലപ്പൂ ഏജന്റാണ് എന്ന രീതിയിൽ കുറെ സാധനങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോ ഇതൊക്കെ പുറത്ത് വിട്ട യൂട്യൂബേഴ്സും എല്ലാവരെയും ഒന്നും ഞാൻ പറയില്ല. ആൾക്കാരെ നമുക്കറിയാം, എല്ലാവരും നമുക്ക് കാര്യമായിട്ടുള്ള എല്ലാ പരിചയവും ഞങ്ങൾക്കുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് പേഴ്സണലി നല്ല അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു സാധനം വരുമ്പോൾ പ്രൂഫൊക്കെ പുറത്തേക്ക് ഇടുന്നതാവും നന്നാവുക. കാരണം പല സ്ഥലത്തും ഇങ്ങനെ കേൾക്കുന്നുണ്ട് 45 മിനിറ്റോളം സായിയും ജാഫർക്കയും തമ്മിൽ സംസാരിച്ചു. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ജാഫർക്ക പറഞ്ഞു സായിനോട്, നീ ഇത് ചെന്ന് പോയി ജാസ്മിനോട് പറയണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ നന്നാക്കണം. കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ സായി എന്ന് പറയുന്നത് സായിന്റെ എന്റെ അറിവിൽ സായിന്റെ കുടുംബമല്ല ജാഫർക്ക കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇനി എന്റെ അറിവിൽ സായിന്റെ അമ്മായിയുടെ മോളൊന്നുമല്ല, അമ്മാവന്റെ മോളും അല്ല ജാസ്മിൻ. അപ്പോൾ സ്വന്തം കപ്പ് നേടാതെ സായി എന്തിന് ജാസ്മിന് കപ്പ് മേടിച്ച് കൊടുക്കാൻ വേണ്ടി പോകും? അത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ അലിഗേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. വെറുതെ കാര്യം, സായി ഇപ്പൊ അവിടെ പോയിട്ട് ജാസ്മിന് കപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോയതാണോ? സായിന്റെ ഗെയിം കളിക്കാൻ പോയതല്ലേ? സായി നിങ്ങൾ തന്നെ കണ്ടതാണ്, സായിക്ക് വലിയ ഫാമിലിയായിട്ട് അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരാളാണെന്ന് പറഞ്ഞു. ഫാമിലിയായിട്ട് അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ആളെ ഏതോ ഒരാൾക്ക് വേണ്ടിയിട്ട് ഏതൊരാളുടെ മകൾക്ക് വേണ്ടിയിട്ട് കപ്പ് നേടിക്കൊടുത്ത് വരാൻ ശ്രമിക്കുവോ? എന്നാ പിന്നെ സായി പിന്നെ അങ്ങനെ നിന്നാ പോരെ. എന്താ പിന്നെ സായി പോകേണ്ട കാര്യം അല്ല. പിന്നെ കുറെ കണ്ടു സായി കണ്ടസ്റ്റന്റ് അല്ല, സായിനെ അവിടെ ബിഗ് ബോസ് വരെ കയറ്റി വിട്ടാണ് ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടിട്ട്. അല്ല, ഈ ലോകത്ത് സായി മാത്രമേ ഉള്ളൂ അവിടെ പോയിട്ട്, സായി അവിടെ ഇല്ലാത്ത ബാക്കിയുള്ള ആൾക്കാർ എന്താ പറയാത്ത സായി മാത്രമേ ഉള്ളൂ അങ്ങനെ ഉള്ളത്? അല്ല, ഇങ്ങനെ കുറെ അല്ലെങ്കിൽ സായിന് ഇപ്പൊ അങ്ങോട്ട് വിട്ടതാണ്. എന്താ പറയാ, ജാസ്മിന് കപ്പ് ഉണ്ടാക്കാൻ കൊടുക്കാൻ വേണ്ടി. സായി ഒരു കണ്ടസ്റ്റന്റ് അല്ല, അങ്ങനെ ഇങ്ങനെ ഒരു കുറെ കാര്യം. പിന്നെ സായിയും ജാഫർക്കും തമ്മിൽ ഭയങ്കര എന്താ പറയാ ഫോൺ വിളിച്ചൊന്നുള്ളതാണ്. ആ 45 മിനിറ്റ് ഫോൺ ധരിക്കുമുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. പുറത്ത് വരട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാ സാധനം വരുന്നുണ്ടെങ്കിലൊക്കെ പ്രൂഫായിട്ട് വരിക. പ്രൂഫ് ഇല്ലാതെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കിപ്പോ പറഞ്ഞൂടെ, എന്നാ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഇവര് 10 മിനിറ്റ് സംസാരിച്ചു, അവര് 5 മിനിറ്റ് സംസാരിച്ചോണ്ട് എനിക്ക് എന്തെങ്കിലും. ഇതാണ് ആ ഒരു വീഡിയോ. ഇത് ഒരു എന്താ പറയുക, വളരെ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ശരിക്കും വിവീനെ വെല്ലുവിളിച്ചു. അവർ പറഞ്ഞത് തന്നെയാണ്. അതായത് ഈ യൂട്യൂബേഴ്സിനൊക്കെ നമുക്കറിയാം, എന്നിട്ടും അവർ അറിഞ്ഞുകൊണ്ടും അവരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കണ്ടീഷനിൽ നിന്നിട്ട് ആണ് അവർ തിരിച്ചു കുത്തി എന്ന സംസാരം. പിന്നെ പറഞ്ഞത് എന്താ പറയുക, സായിക്ക് സ്വന്തം കുടുംബത്തിനായിട്ടൊരു കണക്ഷൻ, മീൻസ് കുടുംബത്തിനോട് തന്നെ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തത് ജാസ്മിൻ്റെ കുടുംബത്തിനോട് ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ വെല്ലുവിളി പോലെ പറഞ്ഞു. പക്ഷേ എന്തപ്പോൾ ഉണ്ടായി, ഇപ്പോൾ ആരോടാ എന്താ അറ്റാച്ച്മെൻ്റ് എന്നുള്ള കാര്യം വളരെ പ്രൂഫോട് കൂടി വോയിസ് കോൾ വന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തിനാണ് അവനെൻ്റെ ലൈഫ് ഒരു റിസ്ക് ചെയ്തിട്ടുള്ള പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ ആൾക്കാർ പറഞ്ഞ രീതിയിൽ തന്നെ ആയില്ലേ. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അങ്ങനത്തെ സംഗതികളൊക്കെ പറയുമ്പോൾ പല ആൾക്കാർക്കും അത് ട്രിഗറായിട്ട് അവരനുസരിച്ച് റിയാക്ട് ചെയ്യും. അപ്പോൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ പ്രശ്നത്തിൽ പെടുന്നത് ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ്. ഞാനതാ പറഞ്ഞത്, സായിക്കുള്ള പണി അവിടെ എടുക്കുന്നുണ്ട്, എയർ പോകാനുള്ളത്. ഇതിപ്പോൾ എയർ തന്നെ സ്ഥാപിച്ച് അവിടുന്ന് ബഹിരാകാശത്തേക്ക് വിടാനുള്ള പരിപാടി പുറത്തുള്ള ആൾക്കാരും
ചെയ്യുന്നുണ്ട്.